തിരുവല്ല ശ്രീ വല്ലഭ മഹാക്ഷേത്രം. പണ്ട് മല്ലികാവനം എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലത്ത് വിഷ്ണു ഭക്തന്മാരെ ദ്രോഹിച്ചിരുന്ന തുകലാസുരനെ തൻ്റെ ചക്രായുധം കൊണ്ട് ഭഗവാൻ വധിച്ചു. ബ്രഹ്മചാരിയുടെ രൂപത്തിൽ വന്ന ഭഗവാൻ ഭക്തയായ ചങ്ക്രോത്തമ്മ പാളയിൽ വിളമ്പിയ സദ്യയും പടത്തിപ്പഴവും സ്വീകരിച്ച് കയ്യിലുണ്ടായിരുന്ന സുദർശന ചക്രത്തെ അവിടെ പ്രതിഷ്ഠിച്ചു. മല്ലികാവനം അങ്ങനെ ചക്രപുരമായി മാറി. കുറേ കാലം കഴിഞ്ഞ ചേര സാമ്രാജ്യകാലത്ത് രാജാവിൻ്റെ പത്നിക്ക് ഗരുഡൻ്റെ സ്വപ്നദർശനം ഉണ്ടായി. ചക്രപുരത്തെ ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ കൂടി നടത്തണം. ഇതിൻ പ്രകാരം മംഗലാപുരത്തെ നേത്രാവതി നദിയിൽ നിന്ന് ബിംബം എടുത്തുകൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടു. ചതുർബാഹുവായ ഈ ബിംബം നദിയിൽ നിന്ന് മുങ്ങിയെടുത്ത് തുളു ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഗരുഡനാണെന്നു പറയപ്പെടുന്നു. പ്രതിഷ്ഠ നടത്തിയത് വൃദ്ധ ബ്രാഹ്മണ വേഷത്തിൽ വന്ന ദുർവാസാവ് മഹർഷിയും. 12 ആഴ്വാർമാരിൽ നമ്മാഴ്വാർ 11, തിരുമങ്കൈ ആഴ്വാർ 12 പതിക്കങ്ങൾ പാടി ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. അതിനാൽ 108 തിരുപ്പതികളിൽ 69ാം സ്ഥാനമാണ് ഈ ക്ഷേത്രത്തിന്. ഭഗവാൻ കോലപ്പിരാൻ, തിരുമാൾവാറാൻ, സുന്ദരൻ എന്നീ പേരുകൾ സ്തുതികളിൽ കാണാം. ക്ഷേത്രത്തിന് മുൻപിൽ നിത്യേന കഥകളി വഴിപാടായി നടത്തുന്നു. 10 ഏക്കർ വിസ്തൃതിയുള്ള ക്ഷേത്രത്തിൽ ഗരുഡ മാടത്തറയും 53 അടിയോളം നീളത്തിലുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കരിങ്കൽ ധ്വജവും കാണാം. തുകലാസുരനാൽ പൂജിക്കപ്പെട്ട ശിവലിംഗം പ്രതിഷ്ഠിച്ച തുകലശ്ശേരി ശിവക്ഷേത്രവും അസുരനെ കൊല്ലുവാൻ ഉപയോഗിച്ച സുദർശന ചക്രം കഴുകിയ ചക്രാഷണ കടവ് സമീപത്ത് കാണാം. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാവേലിക്കര റൂട്ടിൽ കാവും ഭാഗത്തേക്ക് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്താവുന്ന ഈ ക്ഷേത്രം ഭക്തർ ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ടതാണ്.